ഒരിക്കൽ ഒരു രോഗി ഗുരുതരമായ രോഗത്താൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. അപ്പോൾ ആ രോഗി തന്നെ ശുശ്രൂഷിക്കാൻ നിന്ന നേഴ്സിനോട് പറഞ്ഞു, 121 സങ്കീർത്തനം ഒന്ന് വായിക്കാമോ എന്ന്. ഈ സങ്കീർത്തനം ഒരു ആശ്വാസ സങ്കീർത്തനമാണ്. അത് വായിച്ചു കേട്ടപ്പോൾ ആ രോഗിയിൽ എന്തെന്നില്ലാത്ത പ്രത്യാശ മുഖത്ത് സ്ഫുരിച്ചു. പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവർക്ക് ആശ്വാസവും യഹോവയെ വഴികാട്ടിയായി സ്വീകരിച്ച ഒരു യാത്രക്കാരൻ്റെ ഗീതമാണ് ഈ സങ്കീർത്തനം. ഇസ്രായേല്യർ വർഷത്തിൽ 3 തവണ യെരുശലേം സന്ദർശിക്കുമായിരുന്നു. പെസഹ, പെന്തിക്കോസ്ത്, കൂടാരപ്പെരുന്നാൾ എന്നീ സന്ദർഭങ്ങളിലായിരുന്നു അത്. യെരുശലേമിലേക്കുള്ള തീർത്ഥാടകർ അവരുടെ വഴിയാത്രയിൽ ആലപിക്കുന്ന ഗീതങ്ങളാണ് 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ. അതിൽ 121 സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. മലകൾക്കും പർവ്വതങ്ങൾക്കും വേദപുസ്തകത്തിൽ നല്ല സ്ഥാനമുണ്ട്. മോശയ്ക്ക് അരുളപ്പാടുണ്ടായത് സീനായി മലയിൽ നിന്നാണ്. ഏലിയ പ്രവാചകനെ കർമ്മേലിലെ കൊടുമുടിയിൽ നാം കാണുന്നു. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പ്രബോധനം നൽകിയത് ഒരു മലയിൽ നിന്നാണ്. അവിടുന്ന് രൂപാന്തരപ്പെട്ടത് താബോർ മലയിൽ വെച്ചായിരുന്നു. കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് ഒരു മലയിൽ നിന്നാണ്. അതുകൊണ്ട് കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നത് ദൈവകൃപയ്ക്കായുള്ള പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ്. പ്രതിസന്ധികൾ നമ്മുടെ ഉള്ളിലേക്ക് നാം നോക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഉന്നതത്തിലേക്ക് നോക്കുമ്പോൾ നാം പ്രശാന്തരാകും. നമുക്ക് സഹായം വരുന്നത് പർവ്വതത്തിൽ നിന്നല്ല, ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ തീർത്ഥയാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ലോകത്ത് ലക്ഷ്യം മാറിപ്പോയതായി നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ തോട്ടം പോലെ തോന്നിച്ചിരുന്ന ഗോമോറയിലേക്കും കീഴ്ക്കുഴികൾ ഉള്ള സിദ്ദീം താഴ്വരയിലേക്കും പോകുന്നു. അതിൻ്റെ അനന്തരഫലം നാം വായിക്കുന്നു. നമ്മുടെ ജീവിത വഴിയാത്രയിൽ കർത്താവായ ഇടയനെ ചേർത്ത് പിടിച്ച് നടന്നാൽ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ദൂരെ നിന്നുകൊണ്ട് കാവൽ നടത്തുന്നവനല്ല, ചാരെ ചേർന്ന് നടന്നുകൊണ്ട് സംരക്ഷണം നൽകുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ കാൽ ഒന്ന് ഇടറിപ്പോയാൽ അവൻ നമ്മെ താങ്ങുന്നു. പിച്ച വച്ച് നടക്കുന്ന പൈതലിനെ ഒരു മാതാവ് കരുതുന്നത് പോലെ ദൈവം നമ്മെ താങ്ങി നടത്തുന്നു. ഏത് സാഹചര്യങ്ങളിലും നമ്മുടെ സന്തത സഹചാരിയായി ദൈവം കൂടെ നടക്കുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. 121 സങ്കീർത്തനം അതിൻ്റെ 3-4 വാക്യങ്ങൾ. ഏകാന്തതകളിൽ ഭയപ്പെടേണ്ടതില്ല. ഒരിക്കൽ കള്ളന്മാർ വീട്ടിൽ കിടന്ന് ഉണ്ടായിരുന്നതെല്ലാം കട്ടുകൊണ്ടുപോയി എന്ന പരാതിയുമായി സുൽത്താൻ്റെ അടുത്തെത്തിയ ഒരു വിധവയോട് രാത്രി ബോധമില്ലാതെ എന്തുകൊണ്ട് ഉറങ്ങിയെന്ന് സുൽത്താൻ ചോദിച്ചു. അതിന് വിധവ കൊടുത്ത മറുപടി ഭരണാധിപനെ പോലും ലജ്ജിപ്പിക്കുന്നതായിരുന്നു. വിധവ ഇങ്ങനെ പറഞ്ഞു: പ്രജാ സംരക്ഷകനായ സുൽത്താൻ ഒരിക്കലും ഉറങ്ങുകയില്ല എന്നായിരുന്നു എൻ്റെ വിചാരം. നമ്മെ സംരക്ഷിക്കേണ്ടവർ ഉറങ്ങിപ്പോകാം, എന്നാൽ നിന്റെ കാവൽക്കാരനായ ദൈവം ഉറങ്ങുകയോ മയങ്ങുകയോ ഇല്ല. ശക്തനായ എലീശ പ്രവാചകനെ പിടിക്കുവാൻ അരാം സൈന്യം മല വളഞ്ഞപ്പോൾ ദൈവ സ്വർഗത്തിൽ നിന്നും അഗ്നിമയമായ കുതിരകളെയും രഥങ്ങളെയും കൊണ്ട് കാവൽ ചെയ്തതായി 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ഭയം, ആകുലത, മാനസിക സംഘർഷങ്ങൾ എന്നിവ നമ്മുടെ ഉറക്കം കെടുത്തും. എന്നാൽ ഒരിക്കലും മയങ്ങുകയും ഉറങ്ങുകയും ചെയ്യാത്ത കർത്താവിൽ ഭാരങ്ങൾ ഏൽപ്പിച്ച് സുഖമായി ഉറങ്ങുവാൻ നാം ശ്രമിക്കണം. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. 121-5-6 വാക്യങ്ങൾ. മരുഭൂമിയിൽ യാത്ര ചെയ്യുന്നവരുടെ വലിയ ശത്രുവാണ് സൂര്യൻ. അന്ധതയും വരൾച്ചയും വരുത്തുക മാത്രമല്ല, സൂര്യതാപത്താൽ ജീവൻ തന്നെ ഒടുങ്ങിപ്പോകുവാൻ ഇടയുണ്ട്. ധാരാളം അപകട സാധ്യതകളും തീർത്ഥാടന വഴികളിൽ ഉണ്ട്. ഈ സമയം കഠിനമായ ചൂടിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ആശ്വാസം പകരുന്ന ഒരു വടവൃക്ഷം പോലെ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് തീർത്ഥാടകർക്ക് തണലേകുന്നു. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. 121-7-8 വാക്യങ്ങൾ. മാനുഷിക സംരക്ഷകർക്ക് പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. അതിന് ഉദാഹരണമാണ് അംഗരക്ഷകനാൽ കൊല്ലപ്പെട്ട ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡൻ്റായ ജോൺ എഫ് കെന്നഡി. എന്നാൽ കർത്താവ് ഒരു ദോഷവും നമുക്ക് വരാതെ വണ്ണം നമ്മെ പൂർണ്ണമായി സംരക്ഷിക്കുന്നു. ഈ ലോകത്തിലുള്ള നമ്മുടെ ഗമനത്തിലും ഇത് വിട്ട്
നാം യാത്രയാകുമ്പോഴും അവിടെ നിന്ന് നമ്മെ കാത്തുകൊള്ളുവാൻ കൂടെയുണ്ട്. അതിനാൽ സ്വർഗീയ സിയോനിലേക്കുള്ള ഈ തീർത്ഥയാത്രയിൽ കണ്ണുനീർ താഴ്വരകൾ ഉണ്ടെങ്കിലും മയങ്ങുകയും ഉറങ്ങുകയും ചെയ്യാതെ നമ്മെ പരിപാലിക്കുന്ന സർവശക്തൻ്റെ കരം പിടിച്ച് തളരാതെ ഈ യാത്ര പൂർത്തീകരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com